വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫങ്ഷനിൽ നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷനുകളും യൂസർ ഡിഫൈൻഡ് ഫങ്ഷനുകളും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ തവണ നോക്കി. അപ്പോൾ ഇനി നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മളൊന്ന് നോക്കാം. പലതരത്തിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു, പല ടൈപ്പിലുള്ള. ആ ടൈപ്പിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം സ്ട്രിംഗ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. സ്ട്രിംഗ് ഫങ്ഷനുകൾ എന്ന് പറഞ്ഞാൽ സെവറൽ സ്ട്രിംഗ് ഫങ്ഷൻസ് ആർ അവൈലബിൾ ഇൻ C++ ഫോർ ദ മാനിപ്പുലേഷൻ ഓഫ് സ്ട്രിംഗ്. സ്ട്രിങ്ങുകളുടെ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്ട്രിംഗ് ഫങ്ഷൻസ് C++ൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്ട്രിങ്ങുകൾക്കകത്ത് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ C++ does not have a string data type and hence an array of characters is used to handle string. നമുക്ക് സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് C++ൽ അവൈലബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാരക്ടറിൻ്റെ അറേ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ട്രിങ്ങുകളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ C++ന് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അതുകൊണ്ട് ക്യാരക്ടർ ടൈപ്പിലുള്ള അറേ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിങ്ങുകളെ ഹാൻഡിൽ ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം ഇവയെല്ലാം തന്നെ സി സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ C++നകത്ത് നമുക്ക് സ്ട്രിംഗ് ഫങ്ഷൻസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സി സ്ട്രിങ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഈ സ്ട്രിംഗ് റിലേറ്റഡ് ഫങ്ഷൻസിനെ കുറിച്ച് നമുക്കിനി കൂടുതൽ ഡീപ്പായിട്ട് നോക്കാം. അതിലാദ്യത്തെ ഒരു ഫംഗ്ഷനാണ് strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ. strlen. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് strlen. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദാറ്റ് സ്ട്രിങ്. ആ സ്ട്രിങ്ങിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? strlen. അപ്പം നമുക്കിപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെങ്ത് കണ്ടുപിടിച്ചാൽ അത് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ലെങ്ത് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കുമല്ലോ. അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇൻറ്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു strlen ഓഫ് വിത്തിൻ ബ്രാക്കറ്റ് ആ സ്ട്രിങ്. നിങ്ങൾ നോക്കിയാൽ ഇവിടെ str എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് അറയ്ക്കകത്ത് വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. n ഈസ് ഈക്വൽ ടു strlen ഓഫ് വിത്തിൻ ബ്രാക്കറ്റ് str. ആ str എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ ക്യാരക്ടർ ടൈപ്പ് അറയുടെ പേര്. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് റിട്ടേൺ ചെയ്ത് എവിടെ വരും? n എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വരും. അപ്പോൾ ഇപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് str എന്ന് പറയുന്ന ക്യാരക്ടർ ടൈപ്പ് അറയ്ക്കകത്തിരിക്കുന്നത് വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. അപ്പോൾ 4, 3, 7 ക്യാരക്ടറാണ് അതിനകത്തുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n-നകത്ത് ഇപ്പോൾ 7 എന്ന് പറയുന്ന വാല്യൂ വരും. ഇങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ഫംഗ്ഷനാണ് strlen. അടുത്ത ഒരു ഫംഗ്ഷനാണ് strcpy എന്ന് പറയുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കോപ്പി വൺ സ്ട്രിങ് ഇൻറ്റു അനദർ. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcpy എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് നിങ്ങൾ നോക്കി. strcpy വിത്തിൻ ബ്രാക്കറ്റ് string 1, string 2. അപ്പോൾ 2 സ്ട്രിങ് വേണം. ഒന്ന് ഏത് സ്ട്രിങ് ആണോ കോപ്പി ചെയ്യേണ്ടത്, ഏത് സ്ട്രിങ്ങിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ 2 ആർഗ്യുമെൻ്റ് കൊടുക്കണം, 2 സ്ട്രിങ് കൊടുക്കണം. അപ്പം strcpy വിത്തിൻ ബ്രാക്കറ്റ് string 1, string 2 എന്ന് എഴുതി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ഫംഗ്ഷൻ വിൽ കോപ്പി string 2 ടു string 1. string 2 എടുത്ത് string 1 കോപ്പി ചെയ്യും. ഇതാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഒരു ഫംഗ്ഷനാണ് strcat എന്ന് പറയുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങുമായിട്ട് അപ്പൻഡ് ചെയ്യാൻ, അതായത് കൂട്ടിച്ചേർക്കാൻ. അപ്പോൾ ഈ 2 സ്ട്രിങ്ങുകൾ തന്നിരുന്നാൽ ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങുമായിട്ട് കൂട്ടിച്ചേർക്കും. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും?
ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ടു സ്ട്രിങ് ആയിരിക്കും അല്ലേ. റിസൾട്ടൻ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന രണ്ട് സ്ട്രിങ്ങുകളുടെയും കൂടെ ലെങ്തിൻ്റെ സമ്മായിരിക്കും. ഇപ്പോൾ STR-CAT string 1, string 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടും രണ്ട് സ്ട്രിങ് ആണ്. സ്ട്രിങ് 1ഉം സ്ട്രിങ് 2 എന്ന് പറയുന്നത് രണ്ടും രണ്ട് ക്യാരക്ടർ ടൈപ്പ് അറയാണ്. ഇതിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്ട്രിങ് 2 എന്ന് പറയുന്നതിനെ എടുത്ത് സ്ട്രിങ് 1 അപ്പൻഡ് ചെയ്ത് കൊടുക്കും. അതായത് സ്ട്രിങ് 1 ഇപ്പം സ്ട്രിങ് 1 ഒരെണ്ണം ഉണ്ട്, സ്ട്രിങ് 2 ഇരിക്കുന്നതിനും കൂടെ എടുത്ത് സ്ട്രിങ് 1 കൂടെ കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കും. അപ്പം സ്ട്രിങ് 1 ഇതിന് രണ്ടിനെയും കൂടെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ആ അറയ്ക്കകത്ത്. ഇങ്ങനെ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ചേർക്കാൻ, അതായത് ആദ്യത്തെ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവും, രണ്ട് സ്ട്രിങ്. ആദ്യത്തെ ആർഗ്യുമെൻറ്റിൻ്റെ കൂടെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലുള്ള സ്ട്രിങ് കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കും. ഇതാണ് STR-CAT എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഒരു ഫംഗ്ഷനാണ് STR-CMB എന്ന് പറയുന്നത്. ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏതുപയോഗിക്കുന്നത്, STR-CMB ഉപയോഗിക്കുന്നത്. അപ്പം രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വലിയ സ്ട്രിങ് ഏതാണ് ചെറിയ സ്ട്രിങ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ. അതായത് അതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം എസ്സിൽ തുടങ്ങുന്ന ഒരു സ്ട്രിങ്ങും എയിൽ തുടങ്ങുന്ന ഒരു സ്ട്രിങ്ങും ആണെങ്കിൽ ഏതാ വലുതെന്ന് എടുക്കും, എയിൽ തുടങ്ങുന്ന സ്ട്രിങ് എടുക്കും. അത് ആൽഫബറ്റിക് ഓർഡറിലാണ് ഇതിൻ്റെ കമ്പാരിസൺ നടത്തുന്നത്. അപ്പോൾ STR-CMB ഓഫ് സ്ട്രിങ് 1, സ്ട്രിങ് 2 എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ രണ്ട് സ്ട്രിങ് നമ്മൾ കൊടുക്കുന്നു, അതൊരു വാല്യൂ റിട്ടേൺ ചെയ്തു തരും. ഈ രണ്ട് സ്ട്രിങ്ങുകളും ഈക്വൽ ആണെങ്കിൽ, അതായത് രണ്ടും സെയിം ആണെങ്കിൽ 0 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്തു തരും. ഇനി നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും ഇഫ് ദ സ്ട്രിങ് ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. അതായത് സ്ട്രിങ് 1 ആണ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2 എങ്കിൽ, ആദ്യത്തെ സ്ട്രിങ് ആണ് ലോവർ എങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്തു തരും. അപ്പോൾ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആൽഫബറ്റിക്കലി ആണ് കമ്പയർ ചെയ്യുന്നത്. 0 റിട്ടേൺ ചെയ്യും രണ്ടും സെയിം ആണെങ്കിൽ. നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും ആദ്യത്തേത് ചെറുതെങ്കിൽ. ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും രണ്ടാമത്തതാണ് ആൽഫബറ്റിക്കലി ചെറുതെങ്കിൽ. അതായത് ആദ്യത്തേത് ഹയർ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതാണ് STR-CMB എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷനാണ് STR-CMBI എന്ന് പറയുന്നത്. ഇത് കമ്പാരിസണിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ് ഇഗ്നോറിങ് കേസസ് ഇഗ്നോർ ചെയ്തിട്ട് കമ്പയർ ചെയ്യും. കേസസ് ഇഗ്നോർ ചെയ്ത് കമ്പയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോവർ കേസ് ആയിരുന്നാലും അപ്പർ കേസ് ആയിരുന്നാലും ഇപ്പോൾ കമ്പാരിസണിൽ പ്രശ്നമാക്കത്തില്ല. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ വിൽ ട്രീറ്റ് ബോത്ത് ദ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആസ് ദ സെയിം ഫോർ കമ്പാരിസൺ. പക്ഷേ STR-CMB കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യത്തില്ല. പിന്നെയോ, ഇപ്പോൾ ക്യാപിറ്റൽ എയിൽ തുടങ്ങുന്ന ഒരെണ്ണവും സ്മോൾ എയിൽ തുടങ്ങുന്ന ഒരെണ്ണവും ഉണ്ടെങ്കിൽ ആദ്യം ഏതെടുക്കും, ക്യാപിറ്റൽ എയിലുള്ളത് എടുക്കും. പക്ഷേ അങ്ങനെ ആൽഫബറ്റിൻ്റെ ലോവർ കേസോ അപ്പർ കേസോ കൺസിഡർ ചെയ്യാതെ കമ്പാരിസൺ നടത്തണമെങ്കിൽ നമുക്ക് STR-CMBY ഉപയോഗിക്കാം. ദ സിൻടാക്സ് ആൻഡ് വർക്കിംഗ് ഓഫ് ദ ഫംഗ്ഷൻ ആർ ദ സെയിം ആസ് ഓഫ് ദ STR-CMB എക്സെപ്റ്റ് ദാറ്റ് STR-CMBI ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ്. STR-CMB എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അതായത് ഈക്വൽ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, ആദ്യത്തേതാണ് വലുതെങ്കിൽ പോസിറ്റീവ് റിട്ടേൺ ചെയ്യും, ആദ്യത്തേത് ചെറുതെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, STR-CMB കേസ് സെൻസിറ്റീവ് ആയിരിക്കുമ്പോൾ STR-CMBI എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് അല്ല. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള അടുത്ത ഒരു ടൈപ്പിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ്, അതായത് മാത്തമാറ്റിക്കലി ഉള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻസ് ആണ്. അതിനുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ എന്ന്. ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ ഉള്ള ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CMath എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അപ്പോൾ ഈ ഫംഗ്ഷനുകൾ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, CMath എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക്
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകളിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. അബ്സല്യൂട്ട് വാല്യൂ, ഒരു ഇൻറ്റിജറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ABS എന്ന് പറയുന്നത്. എന്താ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ? അതായത് സൈൻ ഒന്നും ഇല്ലാതെ, പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ ഇല്ലാതെ അതിൻ്റെ വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യും. അതിനെയാണ് ABS, അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇൻ്റെ വേരിയബിൾ ഈസ് ഈക്വൽ ടു ABS ഓഫ് ഒരു ഇൻറ്റിജർ വാല്യൂ. ഇപ്പം ഞാൻ ABS ഓഫ് -6 എന്ന് കൊടുത്താൽ എത്രയെന്ന് റിട്ടേൺ ചെയ്തു തരും? 6 എന്ന് റിട്ടേൺ ചെയ്തു തരും. അതായത് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ആ അബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്ത് തരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ABS എന്ന് പറയുന്നത്. ഇതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകളിൽ ആദ്യത്തെ ഫംഗ്ഷൻ. അടുത്ത ഒരു ഫംഗ്ഷനാണ് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് SQRT. The argument to this function can be type, int, float or double. ഇതിൽ ഏതിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻറ്റിജർ ആയിരുന്നാലും ഫ്ലോട്ട് ആയിരുന്നാലും ഡബിൾ ആയിരുന്നാലും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ദ ഫംഗ്ഷൻ റിട്ടേൺസ് ദ നോൺ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ ആർഗ്യുമെൻറ്റ്. ഈ ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്ത് തരുന്നത്? നമ്മൾ ഏത് ആർഗ്യുമെൻ്റ് ആണോ കൊടുക്കുന്നത് ആ നമ്പറിൻ്റെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട്, നെഗറ്റീവ് അല്ലാത്ത പോസിറ്റീവ് സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതും? ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു SQRT ഓഫ് വിത്തിൻ ബ്രാക്കറ്റ് ഡബിൾ. കാരണം എന്തിനായി ഡബിൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പം പോയിന്റ് വാല്യൂ ഒക്കെ വരും. അതുകൊണ്ടാണ് ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു SQRT ഓഫ് ഡബിൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് അത് റിട്ടേൺ ചെയ്ത് തരും. ഇതിനാണ് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് POW എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. POW ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് POW എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ് ടേക്സ് 2 ആർഗ്യുമെൻറ്റ് X ആൻഡ് Y. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ് വേണം. കാരണം ഏത് നമ്പറിൻ്റെ എത്രാമത്തെ പവർ കണ്ടുപിടിക്കണം? ഇപ്പോൾ 5⁻6 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 5ഉം 6ഉം ഞാൻ കൊടുക്കണം. ഏത് നമ്പറിൻ്റെ എത്രാമത്തെ പവർ? അതാണ് 2 ആർഗ്യുമെൻറ്റ് X ആൻഡ് Y എന്ന് പറഞ്ഞത്. ദ ആർഗ്യുമെൻറ്റ് X ആൻഡ് Y ആർ ടൈപ്പ് ഇൻറ്റ്, ഫ്ലോട്ട് ഓർ ഡബിൾ. എക്സും വൈയും ഇൻറ്റോ ഫ്ലോട്ടോ ഡബിളോ ഒക്കെ ആവാം. ദ ഫംഗ്ഷൻ റിട്ടേൺസ് ദ വാല്യൂ x⁻y. അതായത് എക്സ് എന്നും വൈ എന്നും രണ്ടെണ്ണം കൊടുത്താൽ എന്ത് പറയും? എക്സിൻ്റെ വൈത്ത് പവർ കണ്ടുപിടിക്കും. അതായത് x⁻y കണ്ടുപിടിക്കും. അപ്പോൾ ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു POW ഓഫ് ഡബിൾ കോമ ഇൻറ്റ്. ആദ്യത്തതിൻ്റെ രണ്ടാമത്തെ പവർ എക്സ് കോമ വൈ. അപ്പം x⁻y കണ്ടുപിടിക്കും. 2,3 എന്ന് കൊടുത്താൽ 2⁻3 കണ്ടുപിടിക്കും. 6,7 എന്ന് കൊടുത്താൽ 6⁻7 കണ്ടുപിടിക്കും. ഈ ഫംഗ്ഷനാണ് POW എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്തൊരു ഫംഗ്ഷനാണ് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ്സ് ദ സൈൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ. ഒരു ആംഗിളിൻ്റെ സൈൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സൈൻ ഫംഗ്ഷൻ. The argument in this function is double type data and returns a sine value of the argument. നമുക്ക് ഏത് ആംഗിൾ വേണോ കൊടുക്കാം. അതൊരു എന്ത് വാല്യൂ ആകാം? ഡബിൾ ടൈപ്പ് വാല്യൂ ആകാം. അതായത് എനിക്കിപ്പോൾ 63.5 ഡിഗ്രി ആംഗിളിലുള്ള എൻ്റെ സൈൻ വാല്യൂ കാണാം. അതിനുവേണ്ടി നമ്മൾ ഡബിൾ ടൈപ്പിലുള്ള ആർഗ്യുമെൻ്റ് ആണ് അതിനകത്തായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് ഒരു വാല്യൂ കൊടുത്താൽ ആ വാല്യൂവിൻ്റെ സൈൻ കണ്ടുപിടിച്ച് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷനിൽ അതിൻ്റെ സൈൻ വാല്യൂ എത്രയാണോ അത് കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്തു തരും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഒരു ഫംഗ്ഷനാണ് കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. യൂസ്ഡ് ടു ഫൈൻഡ് ദ കൊസൈൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ. നേരത്തെ നമ്മൾ സൈൻ വാല്യൂ കണ്ടുപിടിച്ചതുപോലെ
അതിൻ്റെ കൊസൈൻ വാല്യൂ, അതായത് കോസ് ഓഫ് ആ ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർഗ്യുമെൻ്റ് എന്ത് ടൈപ്പിലുള്ളതാവാം? ഡബിൾ ടൈപ്പിലുള്ളതാകാം. ആൻഡ് റിട്ടേൺസ് ദ കൊസൈൻ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻ്റ്. നമ്മൾ കൊടുക്കുന്ന ആംഗിളിൻ്റെ, നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കൊസൈൻ വാല്യൂ കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ഡബിൾ വേരിയബിൾ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ദാറ്റ് ഡബിൾ. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ കൊസൈൻ വാല്യൂ കണ്ടുപിടിക്കും, ആ വാല്യൂ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും.